ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ അതുപോലെ ഡിന്നറിനൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് വെജിറ്റബിൾ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് പച്ചക്കറികൾ അരിയേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു സവോള, പിന്നെ അതുപോലെ 2 പച്ചമുളക്, പിന്നെ ഒരു ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുട്ട ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക, ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കിതിൽ ഇട്ടുകൊടുക്കുക. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ. ഈ പച്ചക്കറികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ആട്ടമാവാണ് ചേർക്കേണ്ടത്. ആട്ടമാവ് നമ്മൾ ഒരു കപ്പ് എടുത്ത് വെക്കുക. എന്നിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വിസ്ക് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഒന്നായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1 കപ്പ് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ പാലിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ടൈറ്റായി പോകും. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പാലും കൂടെ എടുത്ത് വെച്ചിട്ട് മൊത്തത്തിൽ 1 കപ്പ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളെന്താണെന്ന് വെച്ചാൽ പാലും പിന്നെ അതുപോലെ ആട്ടമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അവസാനമായിട്ട് ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇതാണ് നമ്മുടെ ദോശയുടെ മാവ്. നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഒരു ചെറിയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം, വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചുട്ടെടുക്കുക. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് 1 കപ്പ് പാല് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ആ വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്കത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ പാനിൽ നിന്ന് എടുത്ത് മാറ്റാട്ടോ. ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ മോൾ ഭാഗം ഡ്രൈ ആയിട്ട് വന്നോളും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോൾ ഭാഗത്തും ഒരു ഇത്തിരി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മോൾ ഭാഗത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി മറിച്ചിട്ടതിന് ശേഷം വീണ്ടും തിരിച്ചിടുക. അപ്പോൾ അതിൻ്റെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കഴിക്കുമ്പോൾ നമുക്ക് വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് പിന്നെ എരി കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ചില്ലി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂടുതൽ ചേർത്ത് കൊടുത്താലും മതിയിട്ടാ. നമ്മളിപ്പോൾ ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ എല്ലാ മാവും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇതേപോലെ ചെറിയ ദോശകളാക്കിയിട്ട് നമുക്ക് ചുട്ടെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തെടുത്ത് നോക്കി നോക്കണം. നമ്മൾക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ ഉണ്ടായാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ദോശയാണ് കേട്ടോ. കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.